ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി മാംഗോ മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മാക്സിമം യൂസ് ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കാണ്. ഇതിൽ ഞാൻ ക്രീം മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. നമ്മുടെ വീട്ടിൽ മാക്സിമം ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീട്ടിൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് ഇത്. 1 കിലോ കേക്കിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സ്പോഞ്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വാനില എസൻസോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിൽ യൂസ് ചെയ്യാതെ തന്നെ നമ്മളൊരു കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ കേക്ക് ഒട്ടും കട്ടി തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ടില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറുണ്ട് നമുക്ക്. അതാകുമ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് ഒരു പാക്കറ്റ് 50 ഗ്രാമിന് 60 രൂപയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 1/2 കിലോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പാക്കറ്റ് 100 ഗ്രാം ആയതുകൊണ്ട് തന്നെ അതിൽ 200 ഗ്രാം പാൽ കൂടി ചേർത്താണ് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചത്. 2 മാംഗോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാംഗോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് അതിൽ പകുതി ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഈ കണ്ടൻസ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. കണ്ടൻസ് മിൽക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചത്. നിങ്ങൾക്ക് ഷുഗർ ചേർത്തിട്ട് ആവശ്യത്തിന് മധുരം, നിങ്ങൾക്ക് മാങ്ങയിൽ മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം ഇട്ട് അതിനെ അടിച്ചെടുക്കാം. ബാക്കി മാങ്ങ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സാധനം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ആ മാംഗോൻ്റെ പൾപ്പ് ഒരു ഗ്ലാസ്സിലോ ബൗളിൽ എന്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിക്കാം. മിൽക്ക് ഒഴിച്ചതിന് ശേഷം പഞ്ചസാര നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് മധുരത്തിന് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഷുഗറല്ലേ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ തന്നെ യൂസ് ചെയ്യുക അതിലേക്ക്. ഞാൻ കണ്ടൻസ് മിൽക്ക് ഇരുന്നത് കൊണ്ടാണ് അത് ഉപയോഗിച്ചത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മാങ്ങയുടെ പൾപ്പും പാലും കണ്ടൻസ് മിൽക്കും എല്ലാം കൂടെ നല്ലതായിട്ട് തന്നെ ഇത് അലിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ട് നമ്മൾ ഇളക്കി നല്ലതായിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. മാങ്ങ നിങ്ങൾക്ക് തരിതരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കാതിരിക്കുക. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം. അത് ഏത് പാത്രം വേണോ നിങ്ങൾക്ക് എടുക്കാം. ഞാനിത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കേക്ക് അതിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്ത് ഞാൻ ഇതാ വെച്ചിട്ടുണ്ട്. അതിലേക്കിനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ഇതിലെ ഈ ഒരു മെയിൻ അതിലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനം. അപ്പോൾ ഈ മിൽക്കിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഒരു സ്പൂണ്, അത് ഫോർക്ക് പോലത്തെ അങ്ങനത്തെ സ്പൂണോ അല്ലെങ്കിൽ ടൂപ്പിക്കോ കൊണ്ട് ഇങ്ങനെ കുത്തിയാൽ അതിലേക്ക് നന്നായിട്ട് ഇതിൽ പിടിച്ച് വരും. അപ്പം അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ അരച്ചത് ബാക്കിയുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് വെച്ചിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറേശ്ശെ ഒരു എന്ത് ഡിസൈനിൽ വേണോ അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ആ ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ ക്രീം അതിൻ്റെ മുകളിലേക്ക് വരണം അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഫ്ലവർ മോഡലിൽ ഇങ്ങനെ എല്ലാം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് കുറച്ച് മാംഗോ കൂടി ഇതിൻ്റേക്ക് പുറത്തൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്തെടുക്കുക. ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓവൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റായിക ഒന്നുമില്ല. നമുക്ക് പ്രഷർ കുക്കറിൽ വിസിലില്ലാതെ അതിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. അടിയിലൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ളതൊക്കെ യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ക്ലിപ്പൊക്കെ എൻ്റെ ഇത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഇതിൽ ഉണ്ടാക്കിയത് വാനില എസൻസോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ സ്പോഞ്ചായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാംഗോ കൂടി ഞാൻ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇനി ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷം ഇതെടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി മാംഗോ മിൽക്ക് കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കെമിക്കൽസ് പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ അധികം യൂസ് ചെയ്യുന്നത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ കൂട്ടാം എന്ന് കരുതിയിട്ടാണ് ഓരോ സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അധികം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റൂല എന്ന് ചിലർക്കെങ്കിലും തോന്നും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാരണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ മിൽക്കിൻ്റെ ആ ഒരു കൂട്ടുകൂടി കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എടുത്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.